അസ്സലാമു അലൈക്കും. ഹായ്, വെൽക്കം ബാക്ക്. നോമ്പിൻ്റെ സമയത്ത് കിച്ചണിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മടിയുള്ള പണി എന്ന് പറയുന്നത് ഉള്ളി അരിയലും ഇഞ്ചി വെളുത്തുള്ളി തൊലി നന്നാക്കലൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ എന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ എല്ലില്ലാത്തത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ മതിയാവും. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിലോട്ട് ഏത് മസാല ചേർത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല, മുളക് മഞ്ഞൾ ഉപ്പ് മാത്രമായിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ നോർമലി ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടുന്ന മസാലകളാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ലെമൺ ജ്യൂസ്. ഈ മസാലാസാണ്. നമ്മളിതിലോട്ട് വേറെ ഉള്ളിയോ തക്കാളിയോ വേറെ ഫില്ലിങ്സ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. കുറച്ച് സോസും ഈ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ചിക്കൻ നല്ല മസാല ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമ്മുടെ സ്നാക്കിന് വരും. അപ്പോൾ ഇതൊക്കെ നല്ലോണം ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ച് ടൈം വെച്ചതിന് ശേഷം നമുക്ക് നല്ലോണം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്നാക്കിന് വേണ്ടത് വൈറ്റ് സോസാണ്. വൈറ്റ് സോസും പിന്നെ ഒരു ടൊമാറ്റോ സോസുമാണ്. അപ്പോൾ ഇനി വൈറ്റ് സോസിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ഒരു പാൻ വെച്ച് അത് നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ എടുത്ത ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലാണ്. ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുക. അതിലോട്ട് സെയിം ക്വാണ്ടിറ്റി തന്നെ മൈദ ഇട്ട് കൊടുക്കുക. നമ്മൾ പാസ്തയ്ക്കൊക്കെ ഉണ്ടാക്കൂലേ, ആ സെയിം വൈറ്റ് സോസ് തന്നെയാണ് കേട്ടോ ഇത്. മൈദ ഇനി ചെറുതായി ചൂടായി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാല് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. മൈദ കെട്ടാതെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ പാസ്തയൊക്കെ ഇഷ്ടമാവുന്ന കുട്ടികൾക്ക് ഈ സ്നാക്ക് നല്ലോണം ഇഷ്ടമാവും. ഇതിൽ നമ്മൾ ഉള്ളിയോ കറിവേപ്പിലയോ മുളകോ അവർ മാറ്റി വെക്കുന്ന സാധനങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ അതൊന്നുമില്ലാതെ നല്ല ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കുറച്ച് വലിയ പീസാക്കി സോസിലൊക്കെ മിക്സ് ചെയ്ത് റോൾ ചെയ്ത് കൊടുത്താൽ അവർ നല്ലോണം ഇരുന്ന് കഴിച്ചോളും. മൈദ നല്ലോണം കട്ടകളൊക്കെ ഉടച്ച് പാലിൽ മിക്സ് ആയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ ബേസിൽ ലീവ്സ് കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ പെപ്പർ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടെ കൂട്ടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ഈ ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അതിന് പകരം ചീസ് സ്ലൈസാണ് ഇട്ടത്. പക്ഷേ ആ വീഡിയോ എന്നോടൊന്ന് കട്ടായിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ ഈ ക്രീം നല്ല തിക്കായിരിക്കണം കേട്ടോ. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് ചാടി പോകാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടുള്ള ടൈമാണ്. ഇനിയിപ്പോൾ തണയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നോളും. അങ്ങനെ വൈറ്റ് സോസിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് തക്കാളി സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 3 തക്കാളിയാണ് എടുത്തത്. ഇത് ചെറിയ തക്കാളിയാണ്. കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം മതി. 2 തക്കാളി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒരു പാൻ എടുത്ത് നല്ലോണം ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് അത് ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് അതൊന്ന് കളർ മാറി വരുമ്പോൾ നേരത്തെ അരച്ച് വെച്ച് തക്കാളിയില്ല അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതൊന്ന് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ തക്കാളി നല്ലോണം ചൂടായി തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, നമ്മുടെ എരിവിന് ആവശ്യത്തിന്. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒറിഗാനോയും. ഈ ഒറിഗാനോ ഇടുമ്പോൾ നമുക്ക് ഒരു പാസ്തയുടെ പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും.
അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ കുറച്ചധികം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചെടുക്കണം. വറ്റിച്ച് നല്ലോണം കുറുക്കി എടുക്കുക. ഒരു സോസിൻ്റെ ടെക്സ്ചറിലാക്കി എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ കഴിയില്ല, മടിയാണ്, ടൈമില്ല നോക്കുകയാണെങ്കിൽ ഒരു ഈസി ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ കെച്ചപ്പില്ലേ, കെച്ചപ്പ് എടുക്കുക, അതിലോട്ട് കുറച്ച് ചില്ലി സോസ് ഇല്ലേ, അതും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 10 മിനിറ്റ് മതി ഈ സ്നാക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ സോസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുക്കുക, അതൊന്ന് പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ പരത്തുമ്പോൾ പൊട്ടിപ്പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അല്ലെ അവലിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 10 സെക്കൻഡ് 20 സെക്കൻഡോ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ബ്രെഡ് ഒന്ന് പരത്തിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഈ വൈറ്റ് സോസ് കുറച്ച് തിക്കായിട്ട് തന്നെ ഒരു സൈഡിൽ നല്ലോണം തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡില്ലേ അവിടെ ചെറുതായിട്ടൊന്ന് ഇത് നമ്മൾ റോൾ ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ചൊന്ന് പരട്ടി കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ തക്കാളി സോസും അതും ഒരു 1 ടീസ്പൂൺ മതി, അതും അതിൻ്റെ മുകളിൽ നല്ലോണം തേച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, ഞാൻ ചെറിയ ചെറിയ പീസസായിട്ട് നുള്ളി വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണ്ട, ഇത് കഴിക്കാനാണ്, കുറച്ച് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ കുറച്ച് വലിയ സൈസായിട്ട് തന്നെ ചെറുതായിട്ട് നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്ത് എടുക്കണം. നമ്മളെ കൊണ്ട് എത്ര ടൈറ്റാക്കാൻ പറ്റുമോ പൊട്ടിപ്പോവാതെ നന്നായിട്ട് ടൈറ്റാക്കി റോൾ ചെയ്തെടുക്കുക. ഇത് അതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. നമ്മളിതിൻ്റെ അറ്റത്തും വൈറ്റ് സോസ് കുറച്ച് തേച്ച് കൊടുത്തതിനെ കൊണ്ട് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ വിട്ടു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാനും പറ്റും, അതവിടെ സ്റ്റിക്കായി നിന്നോളുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, പെർഫെക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിതാ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെഡിൻ്റെയൊക്കെ സൈഡ് കട്ട് ചെയ്തില്ലേ, അതൊക്കെ എടുത്ത് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു എഗ്ഗ് എടുത്ത് ബീറ്റ് ചെയ്താണ്. അതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ മുട്ടയിൽ മുക്കി ബ്രെഡിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കാതെ നേരത്തെ പോലെ റോൾ ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. പക്ഷെ എങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ക്രിസ്പി ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ഒന്നുമില്ല, പാൻ വെച്ചു, അതിലോട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ റോൾസൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നമ്മൾ നോർമലി കഴിക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എന്തായാലും നമുക്കിഷ്ടാവും. ഈ വൈറ്റ് സോസും ടൊമാറ്റോ സോസും ചിക്കനും ഒക്കെ ആയിട്ട് വരുമ്പോൾ ശരിക്കും നമുക്ക് മടുപ്പ് തോന്നില്ല, തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി സ്നാക്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.